സത്യമേ, രാഘവേട്ടാ, അയ്യോ രാഘവൻ സാറേ, രാഘവൻ സാറ്, എന്താ പറ്റിയത്? രാഘവൻ സാറിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട്, ശ്വാസമെടുക്കാൻ പറ്റുന്നില്ലെന്നാ തോന്നുന്നേ. രാഘവേട്ടാ, എന്താ പറ്റിയത്? രാഘവേട്ടാ, വെള്ളം എടുക്കട്ടെ, പൊന്നു കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. അയ്യോ, രാഘവേട്ടാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, വാ, എണീറ്റ് വാ. മാഡം, ഈ സുദേവിന്റെ വീടൊന്ന് കാണണം. സാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു? പിന്നെ സാർ വരാതിരിക്കോ? നിന്റെയൊക്കെ ആസ്തി എത്രത്തോളം ഉണ്ടെന്ന് അറിഞ്ഞാലല്ലേ ഇവിടെ നിന്ന് എത്രത്തോളം കട്ടിട്ടുണ്ടെന്ന് അറിയാൻ പറ്റൂ. മാഡം, സ്വിമ്മിംഗ് പൂൾ ഇല്ലെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ആ വീട്ടിലുണ്ട്. ഒരു അറ്റൻഡറുടെ വീട് ഇങ്ങനെയാണെങ്കിലേ ഡോക്ടർമാരുടെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും വീട് ഏത് രീതിയിലായിരിക്കും? പാവപ്പെട്ടവരുടെ കാശല്ലേ മാഡം, കണക്കില്ലല്ലോ. ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്. എഡ്വിൻ നെൽസൺ ജോർജ്. മനോഹരമായ പേര്. പക്ഷെ കയ്യിലിരിപ്പ് നമ്മൾ ആരും ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലും ഇലയ്ക്കും മുള്ളിനും കേടുവരാതെ കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിരുദൻ. നഹാസെ മാഡം, ഇയാൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്കുള്ള എക്യുപ്മെന്റ്സ് നൽകിക്കൊണ്ടിരിക്കുന്ന ആളാ. ഇയാളുടെ ഒരു കിറ്റ് ഓപ്പറേഷൻ കഴിയുന്നതുവരെ പൊട്ടിക്കാതെ സുരക്ഷിതമായി ഇരിക്കുന്നതിനാണ് ഇയാൾക്ക് കാശ് കിട്ടുന്നത്. കൊണ്ടുപോകുന്ന സാധനങ്ങൾ യാതൊരു കേടുപാടും കൂടാതെ അതുപോലെ തിരിച്ചിങ്ങ് കിട്ടുകയും ചെയ്യും. കൂടെ അതിന്റെ വാടക ഇനത്തിലുള്ള പണവും കിട്ടും. ഇയാളിൽ നിന്ന് പോയി ഇയാളിലേക്ക് തന്നെ എത്തിച്ചേരുന്ന വിചിത്രമായ ഈ ചെയിൻ സിസ്റ്റത്തിന്റെ പിന്നിൽ തെളിയുന്നത് വലിയൊരു തട്ടിപ്പിന്റെ പിന്നാമ്പുറ കഥകൾ തന്നെയാ. സുധാകരൻ എന്ന പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡറായി വന്നത് ഞാൻ തന്നെയാ. നിങ്ങളെ വെറുതെ കോടതിയിൽ ഹാജരാക്കിയ പറ്റില്ലല്ലോ, കൃത്യമായ തെളിവുകൾ വേണ്ടേ? എന്നാ പിന്നെ ഇവരെയും കൊണ്ടുപോയാലോ മാഡം? അങ്ങനെ അങ്ങ് കൊണ്ടുപോകാൻ പറ്റുമോ? ഈ ഹോസ്പിറ്റലിന് ഒരു നാഥനുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കാതെ എങ്ങനെയാ അദ്ദേഹത്തിന്റെ കീഴ് ജീവനക്കാരെ നമ്മൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്? അദ്ദേഹം വരട്ടെ, ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ടേക്കോ മാഡം വിളിച്ചത്? ഞാൻ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ സൂചിപ്പിച്ചായിരുന്നല്ലോ. എന്താ ഞാൻ ഇവരെ ചെയ്യേണ്ടത്? ഹോസ്പിറ്റലിലേക്ക് മെഡിക്കൽ എക്യുപ്മെന്റ്സ് നൽകുന്ന ഇയാളുടെ ലൈസൻസ് ഞാൻ കട്ടാക്കിയ മാഡം. ഡോക്ടർ ജേക്കബ് കുര്യനെയും അറ്റൻഡറായ സുദേവനെയും ഡോക്ടറുടെ അസിസ്റ്റന്റ് നഴ്സായ രമ്യയെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഉപ്പ് തിന്നവരെല്ലാവരും വെള്ളം കുടിക്കണമെന്നാണെങ്കിൽ ഈ കള്ളക്കളിയില് സൂപ്രണ്ടും ഉണ്ട്. ഇവിടത്തെ ഓപ്പറേഷൻ ഉപകരണങ്ങൾ തരാതിരിക്കുന്നോണ്ടാണല്ലോ പ്രൈവറ്റ് പാർട്ടികളെ സാധാരണക്കാർക്ക് ആശ്രയിക്കേണ്ടി വരുന്നത്. അങ്ങനെ നോക്കുമ്പോ സൂപ്രണ്ടും കുറ്റക്കാരനാ. ഏറ്റവും വലിയ കുറ്റക്കാരനും ഞങ്ങളുടെ ഇടയിലെ താപ്പാനയും സൂപ്രണ്ട് തന്നെയാ. ഈ പറഞ്ഞതിനോട് സൂപ്രണ്ട് യോജിക്കുന്നുണ്ടോ? പിന്നെ സൂപ്രണ്ടിന്റെ അറിവോടുകൂടിയല്ല ഇത്തരം തട്ടിപ്പുകൾ ഇവിടെ നടന്നിരിക്കുന്നതെന്ന് പറയാനും പറ്റില്ലല്ലോ. ഏയ്, ഞാൻ നിരപരാധിയാണ് മാഡം. എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും വന്നിട്ടില്ല. ഏത് അന്വേഷണത്തിനെയും നേരിടാനും ഒരു കാണും. ഇൻസ്പെക്ടർ. യെസ് മാഡം. അപ്പൊ പിന്നെ ആ കാര്യം നമുക്കിതിന്റെ തുടർ അന്വേഷണത്തിൽ തീർപ്പുണ്ടാക്കാം. ശരി മാഡം. ഇതെല്ലാവർക്കും ഒരു പാഠമാണ്. ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് വരുന്ന അർത്ഥ പട്ടിണിക്കാരാണ്. അന്നന്ന് പണിയെടുക്കുന്നതുകൊണ്ട് അന്നന്നത്തെ അന്നം മാത്രം കഴിച്ചു ജീവിക്കാൻ വിധിക്കപ്പെട്ടവർ. അവര് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ചൂഷണത്തിലൂടെ പോക്കറ്റിലാക്കാൻ ഇനി ഒരാളെയും അനുവദിക്കില്ല. ഇനി അതിന് ശ്രമിച്ച ഇത് തന്നെയായിരിക്കും എല്ലാവർക്കും ഉള്ള അനുഭവം. നഹസെ, കൊണ്ടുപൊയ്ക്കോ എല്ലാത്തിനെയും. ഇങ്ങോട്ട് നടക്ക്. രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. അന്വേഷണം വരും. നേരിടാൻ തയ്യാറായിക്കോ.
എടോ അന്നേ വിഷ്ണു കുഞ്ഞാ, 5 6 വയസ്സ് കാണും. നമ്മുടെ പ്രീതിയെ കൈക്കുഞ്ഞാ, ഈ മലക്കടപ്പ് കിടക്കുന്ന പ്രായമാ. കുഞ്ഞിനെന്തോ വയറുവേദന വന്നിട്ടേ ഭാമ അവളെ കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോയി. അവരന്നു രാത്രി കുഞ്ഞിനെയും തള്ളയും കൂടെ ഹോസ്പിറ്റലിൽ അങ്ങ് അഡ്മിറ്റും ആക്കി. ഭാമയെ കാണാതെ വിഷ്ണു ഇവിടെ കിടക്കുവോ? അവൻ ഉറങ്ങണമെങ്കിലേ അമ്മ വേണം. ഇവനൊരു കരച്ചിലങ്ങോട്ട് തുടങ്ങി. അന്ന് ഇന്നത്തെ പോലെ ജീപ്പും കാറും ഒന്നും ഇല്ലല്ലേ. ഞാനീ കരയുന്ന കുഞ്ഞിനെയും കൊണ്ടേ ദേ ആ കാണുന്ന ഗേറ്റിന് വെളിയിൽ പോയി അങ്ങനെ നിക്കുവാ. ഭാമ ഇപ്പൊ വരും പറഞ്ഞേ കരച്ചിലോ, കീറിപ്പൊളിക്കുന്ന കരച്ചിലും. എടോ ചെറുപ്പത്തിലേ നമ്മുടെ വിഷ്ണുവിനെ എന്നാ വാശിയാണെന്നറിയാവോ? മനുഷ്യനെ കഷ്ടപ്പെടുത്തി കളയുന്ന വാശിയായിരുന്നേ അന്ന്. പിന്നെ എപ്പോഴാ ആ കരച്ചിൽ നിർത്തിയെന്നറിയോ? വെളുപ്പിനെ 3 മണിയായി. അതുവരെ എന്നെ അവൻ ഈ വീടിനകത്തോട്ട് കയറ്റിയിട്ടില്ല. എന്താ സാറേ, എന്തു പറ്റി? ശ്വാസം കിട്ടും. ആ, നിർത്താതെ സംസാരിച്ചോണ്ടായിരിക്കും. സാർ എഴുന്നേറ്റ്, നമുക്ക് അകത്തോട്ട് പോവാം. അയ്യോ സാറേ, രാഘവ് സാറേ, എന്തു പറ്റി? സത്യമേ, സത്യമേ, ഒന്ന് ഓടി വരണേ. അയ്യോ സത്യമേ, സത്യമേ, പെട്ടെന്നൊന്ന് വരണേ. രാഘവൻ സാറിന് എന്തോ പറ്റി. സത്യമേ, ഒന്ന് ഓടി വരണേ. അയ്യോ രാഘവൻ സാറേ, അയ്യോ സത്യമേ, രാഘവേട്ടാ, അയ്യോ രാഘവൻ സാറേ, രാഘവൻ സാറ്, എന്താ പറ്റിയത്? രാഘവൻ സാറിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട്, ശ്വാസമെടുക്കാൻ പറ്റുന്നില്ലെന്നാ തോന്നുന്നേ. രാഘവേട്ടാ, എന്താ പറ്റിയത്? രാഘവേട്ടാ, വെള്ളം എടുക്കട്ടെ, പൊന്നി കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. അയ്യോ, രാഘവേട്ടാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വാ, എണീറ്റ് വാ. അയ്യോ, പൊന്നി പെട്ടെന്ന് വെള്ളം എടുത്തോണ്ട് വാ. രാഘവേട്ടാ, എന്റെ ദൈവമേ. കണ്ടതാ ശ്ശോ. അന്ന് ഡോക്ടർ രാഘവേട്ടാ, അത് വിഷ്ണു കൊണ്ട് വെച്ചേക്കുന്നേ. എന്താ രാഘവേട്ടാ? അത് വലിച്ച വിഷ്ണു 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 വെച്ചിരിക്കുന്നോ? അതിപ്പോ എങ്ങനെ എടുക്കുന്ന?